ശ്രീ എസ് സുരേഷ, ബി.ജെ.പി. നേതാവ്, അതോടൊപ്പം തന്നെ ശ്രീ ഫക്രുദ്ദീൻ അലി, ഇടത് നിരീക്ഷകൻ കൂടി ഈ ഘട്ടത്തിൽ നമ്മുടെ ചർച്ചയോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സുരേഷ്, എന്തായാലും വോട്ടെണ്ണാൻ പോകുന്നതേ ഉള്ളൂ, 8-ാം തീയതി വരെ നമുക്ക് കാത്തിരിക്കണം. പക്ഷേ എക്സിറ്റ് പോൾ ബി.ജെ.പിക്ക് വലിയ ആഘോഷത്തിന്റെ സൂചനകൾ തന്നെയാണ് നൽകുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളിലെല്ലാം ബി.ജെ.പി. ഗുജറാത്തിൽ ഭരണ തുടർച്ച നടത്തും, അതോടൊപ്പം തന്നെ ഹിമാചലിൽ ഈ ഭരണമാറ്റം ആവർത്തിക്കുക എന്ന തരത്തിലായിരിക്കില്ല, ഇത്തവണ ഭരണ തുടർച്ചയിലേക്ക് പോകും എന്നുള്ളതാണ്. അവിടെ എത്രത്തോളം സന്തോഷത്തിലാണ് താങ്കൾ എന്നത് ചോദിക്കേണ്ടതില്ല. ഈ ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഭൂപേന്ദ്ര ഇരട്ട എഞ്ചിൻ പ്രവർത്തിക്കുന്നു എന്നാണ് ബി.ജെ.പി. പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഈ വോട്ട് ശതമാനം, ആദ്യഘട്ട പോളിംഗിൽ വോട്ട് ശതമാനം കുറവായിരുന്നു. ഇപ്പോഴത്തെ കണക്കുകൾ പുറത്തു വരുന്നതേ ഉള്ളൂ. ഈ വോട്ട് ശതമാനം കുറഞ്ഞതാണോ ബി.ജെ.പിക്ക് വലിയ ഗുണമാകാൻ പോകുന്നത്? അല്ല, ഇതിനെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങൾ വന്നേക്കാം. വോട്ട് ശതമാനം കുറഞ്ഞതാണോ, കുറയുമ്പോ കുറഞ്ഞതാണോ നേട്ടത്തിന് കാരണം, കൂടുമ്പോ കൂടുന്നതാണോ നേട്ടത്തിന് കാരണം, കാർഷിക സമരം നടക്കുമ്പോൾ കാർഷിക സമരം കൊണ്ട് തകരില്ലേ, കാർഷിക സമരം കഴിഞ്ഞ് ഇലക്ഷനിൽ വൻ ഭൂരിപക്ഷത്തിൽ വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ കാർഷിക സമരം ഏശിയില്ലേ? അത്തരത്തിലുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമാണ്. എക്സിറ്റ് പോള് എന്ന് പറയുന്നത് ഒരു ഫൈനൽ റിസൾട്ട് ഒന്നുമല്ല, പക്ഷെ വരാൻ പോകുന്ന ഫലത്തിന്റെ ഒരു വ്യക്തമായ സൂചികയായിട്ടാണ് കാണുന്നത്. അത് കേവലം ഇപ്പോ ഈ 2 സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, വരും നാളുകളിൽ ബി.ജെ.പിക്ക് പ്രതിലോമകാരികളില്ലാത്ത വിധത്തിൽ ഈ രാജ്യം മുഴുവൻ ഭാരതീയ ജനതാ പാർട്ടിയെ അംഗീകരിക്കുന്നു എന്നതിന്റെ നിദർശനമാണ് ഇപ്പോൾ ഗുജറാത്തിന്റെയും അതോടൊപ്പം തന്നെ 2 സംസ്ഥാനങ്ങളുടെയും എക്സിറ്റ് പോളായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഇത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം പുതിയ അറിവൊന്നുമല്ല. ബി.ജെ.പിയുടെ സംസ്ഥാന ഘടകവും അതോടൊപ്പം തന്നെ ദേശീയ ഘടകവും മുഴുവൻ തന്നെ വളരെ ആത്മവിശ്വാസത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് ബി.ജെ.പിക്ക് വീണ്ടും ഗുജറാത്തിൽ അതിന്റെ തരംഗം വീണ്ടും ആഞ്ഞടിക്കും. ഇനിയും ഒരു 5 വർഷം ഗുജറാത്ത് ബി.ജെ.പിയുടെ തന്നെയാണെന്നും ഹിമാചലിന്റെ ബി.ജെ.പിയുടെ ഭരണ തുടർച്ചയുണ്ടാകും എന്നുള്ള കാര്യവും വളരെ സുവ്യക്തമായിരുന്നു, വളരെ ബോധ്യമുള്ളതായിരുന്നു ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം. ഞങ്ങൾക്ക് ആ ബോധ്യം ഉണ്ടാകാൻ കാരണം എന്ന് പറയുന്നത്, നേരത്തെ പറയുന്നത് പോലെ ജാതി മത ഘടകങ്ങൾ ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ സ്വാഭാവികമായിട്ട് പറയുമായിരിക്കും. പക്ഷെ അവിടെ ഞാൻ മനസ്സിലാക്കുന്നത്, ഗുജറാത്തിലും ഹിമാചൽ പ്രദേശിലുമൊക്കെ കോൺഗ്രസ് പല വേഷങ്ങൾ, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ പല വേഷങ്ങൾ കെട്ടുകയും, ഇനി എന്തിനാ നമ്മുടെ രമേശ് ചെന്നിത്തല പോലും അവിടെ ചെന്ന് ശ്രീ ദുർഗയ്ക്കും അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള ഹിന്ദു ദേവതകൾക്കൊക്കെ ജയ് വിളിക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടതാണ്. അതിപ്പോൾ അവർക്ക് അങ്ങനെ ജയ് വിളിക്കാൻ പാടില്ല എന്നുണ്ടോ ശ്രീ സുരേഷ്? അല്ല, അവര് കേരളത്തിലും കൂടെ വിളിച്ചാൽ മതി. ഞങ്ങളിപ്പോ അവിടെ മാത്രമല്ല, കേരളത്തിൽ എല്ലായിടത്തും വിളിക്കാറുണ്ട്. ഈ കേരളത്തിൽ വന്ന് ജിഹാദ് വിളിക്കുകയും അവിടെ ചെന്ന് ജയ് വിളിക്കുകയും ചെയ്യുന്ന സമയത്തുള്ള ആ വിരോധാഭാസം ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. കാരണം ഏത് വേഷവും, വോട്ടിന് വേണ്ടി ഏത് വേഷവും എവിടെ ചെന്ന് ഓരോടത്ത് യോജിച്ച വേഷങ്ങൾ കെട്ടുന്ന ഈ കാപട്യം ഈ നാട് തിരിച്ചറിയണം. ഇന്ത്യ ഒരു മതേതര രാജ്യമല്ലേ? ഇന്ത്യയിൽ വിവിധ ജാതി മത വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളൊക്കെ ജീവിക്കുന്നില്ലേ? അതാണല്ലോ നമ്മുടെ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രത്യേകത, നമ്മുടെ ബഹുസ്വരത, നാനാത്വത്തിൽ ഏകത്വം എന്നതാണല്ലോ ഈ രാജ്യത്തിന്റെ ഒരു പ്രത്യേകതയും പൈതൃകവും ഒക്കെ. അതുകൊണ്ടാണ് ബി.ജെ.പി. ഇന്ത്യയിലെ ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങൾ മുഴുവൻ ബി.ജെ.പി. ഭരിക്കുന്നത്. ആ നാനാത്വത്തിൽ ഏകത്വം ഏറ്റവും നന്നായിട്ട് ഉൾക്കൊള്ളുന്ന ഇന്ത്യന്റെ രാഷ്ട്രീയം ബി.ജെ.പിയുടെ രാഷ്ട്രീയമായതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ബി.ജെ.പിക്ക് അവിടെയുള്ള ജനങ്ങൾ ഇപ്പൊ ഗോവയിൽ കഴിഞ്ഞ ഒരു വേഴവട്ടത്തിലേറെയായിട്ട് ഭരിക്കുന്നത് അവിടുത്തെ കത്തോലിക്ക സഭ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്തത് കൊണ്ടാണ്. നാളെയുടെ കേരളത്തിലും സംഭവിക്കാൻ പോകുന്നത് ഇത് തന്നെയാണ്. അപ്പോ ഇന്ന് ഈ രാജ്യത്തിന്റെ നാനാത്വത്തിൽ ഏകത്വത്തെ അത് ആദിവാസി മുതൽ നമ്പൂതിരി വരെയുള്ള ഹിന്ദു സമൂഹത്തെയും ക്രിസ്ത്യൻ സമൂഹത്തെയും അതോടൊപ്പം തന്നെ മുസ്ലിം ബഹുജനങ്ങളെയും, മുസ്ലിം ഭീകരവാദികളല്ല ബഹുജനങ്ങളെയും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയം, അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയമാണെന്ന തിരിച്ചറിവാണ് ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.പി. നിരന്തരമായിട്ട് ജയിച്ചു പോകുന്നതും അതും മുമ്പ് ലഭിച്ചതിനേക്കാൾ ഉന്നതമായിട്ടുള്ള വിജയം ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബി.ജെ.പിയെ തേടിയെത്തുന്നതും. ബി.ജെ.പി. ഈ വർത്തമാന രാഷ്ട്രീയത്തിൽ ഇന്ത്യയിൽ ബി.ജെ.പിക്ക് ഒരു ബദലില്ല, പ്രതിലോമകാരിയില്ല.